ഇപ്പോൾ റിലീസുകളുടെ കാലമാണ്. അപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത് കല്യാണരാമൻ സിനിമ അത് 4K വീണ്ടും റിലീസ് ചെയ്യാൻ പോകുകയെന്നുള്ളതാണ്. അപ്പോൾ കല്യാണരാമൻ സിനിമ നമ്മൾ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല. അപ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ള സിനിമയാണ്. അതേപോലെ ആ ഒരു സിനിമയുടെ പിന്നിലെ കഥകൾ, ആ സിനിമ സംഭവിക്കാൻ ഇടയായ കുറേ കഥകളുണ്ട് രസകരമായിട്ടുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ റാഫി മെക്കാട്ടിൻ എന്ന് പറയുന്ന ഹിറ്റ് കോംബോ റൈറ്റേഴ്സായിട്ട് വന്നു, പിന്നീട് അവർ ഡയറക്ടേഴ്സായി. അതിലെ റാഫിയുടെ അനിയനാണ് ഷാഫി, എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെയിൽ അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അപ്പോൾ അദ്ദേഹവും അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊക്കെ ഈ പറയുന്ന റാഫി മെക്കാട്ടിൻ സഹകരിക്കുന്ന സിനിമകളിൽ രാജസേൻ്റെ അസിസ്റ്റൻ്റായിട്ട് വന്നു. പിന്നീട് നമ്മളൊരിക്കൽ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ദിക്കാർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ സമയത്ത് അതിൻ്റെ റിലീസിന് മുന്നോടിയായിട്ട് അതിൻ്റെ പെട്ടി ചെന്നൈയിൽ നിന്ന് കൊണ്ടുവരുന്ന വഴിക്ക് അതിൻ്റെ ഒരു ആക്സിഡൻറ്റിൽ അതിൻ്റെ പ്രൊഡ്യൂസറും അതിൻ്റെ ഒരു സഹസംവിധായകനൊക്കെ മരിച്ചുപോയ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സഹസംവിധായകൻ ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുടെ റൈറ്ററായിട്ടായിരുന്നു അന്ന് ഷാഫി സിനിമയിലേക്ക് വരേണ്ടത്. പക്ഷെ അത് സംഭവിച്ചില്ല. പിന്നീട് ഷാഫിയുടെ ആ ഒരു തിരക്കഥാകൃത്താവുക എന്നുള്ള ഒരു പ്ലാൻ അന്ന് നടന്നില്ല. അത് കഴിഞ്ഞ് പിന്നീട് നമുക്കറിയാം റാഫി മെക്കാട്ടിൻ്റെ തന്നെ വൺ മാൻ ഷോ എന്ന് പറയുന്ന ഒരു അവർ സ്ക്രിപ്റ്റ് എഴുതിയ സിനിമയിലൂടെയാണ് ഷാഫി സംവിധായകനാവുന്നത്. 2001 ക്രിസ്മസിന് റിലീസ് ചെയ്ത സിനിമയായിരുന്നു വൺ മാൻ ഷോ. വളരെ പ്രതീക്ഷകളോടുകൂടിയൊന്നും സിനിമ തിയേറ്ററിലെത്തിയത്. പക്ഷേ വിചാരിച്ച പോലെ അന്ന് ആ സിനിമ തിയേറ്ററിൽ അത്ര സക്സസ് ആയില്ല. എനിക്കൊണ്ട് എൻ്റെ നിർമ്മാതാവ് ലാലിന് നഷ്ടമൊന്നും വന്നിട്ടില്ല, പക്ഷേ അന്ന് അത്ര സക്സസ് അല്ലായിരുന്നു ആ സിനിമ. അപ്പോൾ ഷാഫി അദ്ദേഹം കുറച്ച് മാനസികമായിട്ട് അദ്ദേഹത്തിന് കുറച്ച് വിഷമമൊക്കെ വന്നു ആലോചിച്ച്. കാരണം അത്ര എഫേർട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലൊരു എഫേർട്ട് പിന്നീട് വേറെ സിനിമകൾക്കൊന്നും ഇട്ടിട്ടില്ല. കാരണം അതിൽ കുറേ എഫേർട്ട് ഇട്ടിട്ട് കുറേ വ്യത്യസ്തത കൊണ്ടുവരും. നമുക്കറിയാം ആ ഒരു സിനിമയുടെ അതുവരെയുള്ള ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് പാറ്റേണോ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു അതിൻ്റെ ഒരു മേക്കിംഗ് വൈസ് ആണെങ്കിലൊക്കെ. പക്ഷേ കുറേ കാലം കഴിഞ്ഞ് നമുക്കറിയാം ഇന്ന് നമ്മൾ റിപ്പീറ്റായിട്ട് അതിലെ സീൻസും കോമഡി സീൻസൊക്കെ, അതിലെ ലാലിൻ്റെ ഒരു ക്യാരക്ടറും ആ ഒരു മാനസിക രോഗിയായിട്ടുള്ള ക്യാരക്ടറാണെങ്കിലും മണിയുടെ കോമഡി ആയാലൊക്കെ നമ്മൾ ഇന്നും കാണുന്നതാണ്. സുരേഷ് പീറ്റേഴ്സിൻ്റെ പാട്ടുകൾ നമ്മൾ ഇന്നും കേൾക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ പിന്നീട് ഹിറ്റായി എന്നുള്ളതാണ്. ഒരിക്കലും നമുക്ക് ആ സിനിമ പരാജയമാണ് എന്നൊരിക്കലും ഒരു ക്രിയേറ്റീവ് ഒരു പ്രൊഡക്റ്റ് എന്ന രീതിയിൽ നമുക്ക് അതിനെ ഒരിക്കലും പരാജയമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ ഷാഫിക്ക് 2-3 സിനിമകളൊക്കെ അഡ്വാൻസ് ഒക്കെ കിട്ടിയിരുന്നു. കാരണം ഷാഫി വളരെ പ്രതീക്ഷ അർപ്പിച്ച സിനിമാ ലോകത്തിനും സിനിമാ ലോകത്തുള്ള പ്രൊഡ്യൂസേഴ്സിനും അവർക്കൊക്കെ ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ എന്ന രീതിയിലായിരുന്നു ഷാഫിനെ അവരൊക്കെ കണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സിനിമയുടെ പരാജയം അദ്ദേഹത്തെ കുറച്ച് വിഷമിപ്പിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം വേറൊരു സിനിമ ഇനിയിപ്പോൾ അടുത്ത ശ്രദ്ധിച്ച് ചെയ്യണം എന്ന രീതിയിൽ അദ്ദേഹം കുറച്ച് സ്ക്രിപ്റ്റും കാര്യങ്ങളും സ്വന്തമായിട്ടൊക്കെ തന്നെ ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്താണ് ബെന്നി പി നായരമ്പലത്തിനെ റാഫി തന്നെയാണ് പരിചയപ്പെടുത്തിയത്. എനിക്കൊന്ന് റാഫിയും സിദ്ദിഖ് ലാൽ ഇവരൊക്കെ കൂടിയാണ് ബെന്നി പി നായരമ്പലത്തിനെ ഷാഫിക്ക് പരിചയപ്പെടുത്തിയിട്ട് അവർ തമ്മിലൊന്നിരുന്ന് ഒരു കഥ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നിട്ടാണ് കല്യാണരാമൻ്റെ കഥ അതിലേക്ക് എത്തുന്നത്. അപ്പോൾ കല്യാണരാമൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ആ ഒരു സിനിമയുടെ കഥയൊക്കെ. ഞാൻ കഥയിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പോൾ ഷാഫി പറഞ്ഞത് വൺ മാൻ ഷോയിൽ എഫേർട്ടൊന്നും ഇതിലിട്ടിട്ടില്ല. ഇതിൽ പ്രേമവും കല്യാണം ഈ 2 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെങ്ങനെ രസകരമായിട്ട് പറയാം എന്നുള്ള അവർ ചിന്തിച്ച്. അപ്പോൾ ആദ്യം ഇവർ ആലോചിച്ച കഥയിലെന്ന് പറയുന്നത് പാചകക്കാരിയായിട്ട് വരുന്ന, അതായത് നമുക്കറിയാം അതിൽ ലാലിൻ്റെ അനിയൻ ദിലീപ് ഇവരൊക്കെയാണ് പാചകക്കാർ. ഈ പാചകക്കാരായിട്ട് വരുന്ന ആ ഒരു ടീമിൽ പെട്ടതാണ് നായികയുടെ കഥാപാത്രം. ഓപ്പോസിറ്റ് ആ കല്യാണ വീട്ടിൽ ആണ് നമ്മുടെ നായകൻ്റെ കഥാപാത്രം. ഇങ്ങനെയാണ് അവർ ചിന്തിച്ചത്. പക്ഷേ ഈ പറയുന്ന ദിലീപ് എൻട്രി ചെയ്തു. അപ്പോൾ ദിലീപ് എൻട്രി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ദിലീപിൻ്റെ പാചകക്കാരനായാൽ അല്ലെങ്കിൽ ആ ഒരു നായക കഥാപാത്രത്തിൻ്റെ പാചകക്കാരനായി കഴിഞ്ഞാൽ കുറച്ചും കൂടി രസകരമാവും എന്ന് ഇവർക്ക് തോന്നി. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഈ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സിന് ഉൾട്ടടിച്ചു. പിന്നെ വളരെ രസമായിട്ട് അത് പോയി, വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റി. എന്താ പറയുക, ഇവർ കൊണ്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഇവർ സ്ക്രിപ്റ്റ് ചെയ്ത് തീർത്തു. പിന്നെ അവർ ഷൂട്ട് ചെയ്തു. അന്ന് ലാലിൻ്റെ പണി നടക്കുന്ന ലാലിൻ്റെ പടമുകളിലെ വീട്, ആ വീട്ടിലാണ് ഇവർ എല്ലാം ചെയ്തത്. നമുക്ക് ലാൽ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവിൻ്റെ തുടക്കാലത്തെ സിനിമകളൊക്കെയാണ് അതൊക്കെ. ഇപ്പോൾ തെങ്കാശി പട്ടണം ചെയ്യുന്നു, ലാലിന് നല്ല പൈസ കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു സിനിമകളൊക്കെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് എന്താ പറയുക, നിർമ്മാതാവെന്ന രീതിയിൽ ലാലിനെ ശരിക്കും പറഞ്ഞാൽ സെറ്റിൽഡ് ആക്കിയ സിനിമകൾ ഒന്നാണ് കല്യാണരാമനൊക്കെ. അങ്ങനെ ഈ പറയുന്ന ലാലിൻ്റെ വീട്ടിൽ ചെയ്യുന്നു. അതിൽ നമുക്കറിയാം ഇന്നസെൻറ്റ്, സലീം കുമാർ, അവരൊക്കെ ക്യാരക്ടേഴ്സൊക്കെ ഇന്നും നമ്മൾ ഓർത്തിരിക്കുന്നതാണ്. അന്ന് ഇന്നസെൻറ്റിൻ്റെ ക്യാരക്ടർ ആ ഒരു ഷൂട്ട് തുടങ്ങിയ സമയത്തൊക്കെ ഇന്നസെൻറ്റിന് അത്ര താല്പര്യം ഇല്ലായിരുന്നു. കാരണം കഥ പറയുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറല്ല. പക്ഷേ ഇന്നസെൻറ്റ് വന്നത് വേറെ തരത്തിലായി. പിന്നെ ഇവരൊക്കെ കൂടി അത് ഇമ്പ്രൂവൈസ് ചെയ്തു. അതിലെ കുറേ സീനുകൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഒരു മദ്യം ഒഴുകിയപ്പോൾ ഗ്ലാസ് ഇവിടെ ഇരുന്നോട്ടെ ബാക്കി വരുന്നതൊക്കെ പറഞ്ഞ ഒരു കോമഡിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇന്നസെൻറ്റ് കൈനിട്ടതാണെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ സലീം കുമാറിൻ്റെ ഒരു ക്യാരക്ടർ പ്യാരി, ശരിക്കും അത് ഹരിശ്രീ അശോകനായിരുന്നു അന്ന് ഹരിശ്രീ അശോകനാണ്. ഇതിന് മുമ്പ് നമുക്കറിയാം മീശ മാധവനും ഒക്കെ ഹരിശ്രീ അശോകനാണ് ദിലീപിൻ്റെ കൂടെ ഉള്ളത്. സലീം കുമാറിനെക്കാട്ട് കൂടുതൽ അന്ന്
പറക്കും തളികയും ഒക്കെ ഉള്ള സിനിമകൾ ഹരിശ്രീ അശോകനായിരുന്നു. പക്ഷേ ഹരിശ്രീ അശോകൻ അന്ന് വിനയൻ്റെ തന്നെ കാട്ടുചെമ്പകം എന്ന് പറഞ്ഞൊരു സിനിമയുടെ തിരക്കായ ഹരിശ്രീ അശോകന് മാറേണ്ടി വന്നു. പകരമാണ് സലീം കുമാർ ആ റോൾ ചെയ്തത്. പക്ഷേ സലീം കുമാറിനെ അല്ലാതെ നമുക്ക് ഇന്ന് ഹരിശ്രീ അശോകനായിരുന്നെങ്കിൽ വേറെ തരത്തിൽ ചെയ്യുമായിരുന്നു, അത് ഉറപ്പാണ്. പക്ഷേ സലീം കുമാറിനെ അല്ലാതെ ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അതേപോലെയാണ് സലീം കുമാർ ഇളകി അത് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിലെ പാട്ടുകൾ നമുക്കറിയാം, ബേണി ഇഗ്നേഷ്യസ് ആണ് പാട്ടുകൾ. അതിലൊരു തലയും കുത്തി എന്ന് പറഞ്ഞൊരു പാട്ട്, അത് ശരിക്കും ലാലിൻ്റെ തന്നെ കുടുംബത്തിൽ അവർ പല ഉത്സവം എന്താ പറയുക സെലിബ്രേഷൻസിനും അവരുടെ വീട്ടിലെ പല ചടങ്ങുകൾക്കൊക്കെ അവർ പാടിയിരുന്നതാണ്. അപ്പോൾ ഇവരിതിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. പിന്നെ കഥയിലെ രാജകുമാരൻ എന്ന് പറയുന്ന ആ ഒരു പാട്ട് വളരെ ടൈറ്റിൽ സോങ് ആണ്, വളരെ നല്ലൊരു മെലഡി സോങ് ആണ് അത്. ആ ഒരു പാട്ട് ശരിക്കും വേറൊരു സിനിമയ്ക്ക് വേണ്ടി ഇഗ്നേഷ്യസ് പ്ലാൻ ചെയ്താണ് ഇവർ. പക്ഷെ അത് എപ്പോഴോ കമ്പോസിങ് സമയത്തൊക്കെ ഒരു പാടുന്നത് കണ്ടിട്ട് ഷാഫിക്ക് ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു ഇത് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഉൾപ്പെടുത്തിയതാണ്. പിന്നെ കൈതപ്രവണയിൽ പല ലിറിക്സൊക്കെ എഴുതിയിരിക്കുന്നത് നല്ല എന്താ പറയുക നല്ല രസമുള്ള പാട്ടുകളാണ്, നല്ല ലിറിക്സ് തന്നെയാണ്. കൈതപ്രത്തിൽ ലിറിക്സിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ അഫ്സൽ എന്ന് പറയുന്ന ഒരു ഗായകൻ്റെ ഒരു തുടക്ക സമയമുണ്ട്. ശരിക്കും ഇതിൽ അഫ്സൽ ട്രാക്ക് പാടാൻ വന്ന ആളാണ്. ട്രാക്ക് പാടാൻ വന്ന അഫ്സലിന് ഇഷ്ടപ്പെട്ട് അഫ്സലിന് 2 പാട്ടുകൾ പാടാനുള്ള ഒരു അവസരം കിട്ടി. പിന്നീട് ദിലീപിൻ്റെ എത്രയോ സിനിമകൾ അഫ്സൽ നമുക്കറിയാം, കുറേ സിനിമകൾ അഫ്സൽ പാടിയിട്ടുണ്ട്. അഫ്സലിനെ ഇതിലെ പാട്ട് എനിക്കൂടി ഇതിലെ പാട്ടാണ് ആദ്യം റെക്കോർഡിങ് നടക്കുന്നത്. ഇത് കേട്ടിട്ടാണ് കമൽ നമ്മൾ എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് അഫ്സലിനെ അത് റെക്കമെൻഡ് ചെയ്യണത്. അത് അഫ്സലിനെ കമൽ സിനിമയിലേക്ക് എടുക്കുന്നത്. പക്ഷെ പാട്ടാദ്യം റിലീസായത് എനിക്ക് തോന്നുന്നു നമ്മളാണ്. രണ്ടും ഒരേ ക്രിസ്മസ് സീസണിലാണ്. നമ്മളും കല്യാണരാമനും അവർ 2002 എന്ന് പറയുന്ന ഒരു ക്രിസ്മസ് സീസൺ ബോക്സ് ഓഫീസ് ഇളക്കി മറിച്ച ക്രിസ്മസ് സീസണാണ്. നന്ദനം, കല്യാണരാമൻ, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ പറഞ്ഞ നമ്മൾ, പിന്നെ കാട്ടുചെമ്പകം ഉണ്ടെന്ന്. കാട്ടുചെമ്പകം മാത്രമാണ് അന്ന് അത്ര വിജയമാവാതിരുന്ന ഒരു സിനിമ. പിന്നെ ഈ ഒരു സിനിമയുടെ ഒരു കഥയും പാറ്റേണൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കറിയാം, മേനെ പ്യാർ കിയ എന്ന് പറയുന്ന ഒരു സിനിമ, ആ ഒരു സിനിമ ഇറങ്ങിയ ശേഷം അതേപോലത്തെ കുറേ സിനിമകൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതൊരു ട്രെൻഡ് തന്നെയായിരുന്നു. അതിൻ്റെ ഒരു കഥയും ഇതേപോലെയാണ്. ഒരു കല്യാണ വീട്, ഈ പറഞ്ഞ ചേട്ടൻ കല്യാണം കഴിക്കുന്ന വീട്ടിലെ ചേട്ടത്തിയുടെ അനീത്തിനെ ഈ പറഞ്ഞ നായകൻ പ്രണയിക്കുന്നതും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ കല്യാണമൻ വരുമ്പോഴും നമുക്ക് അതേപോലെയാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ സമറിൽ ബദൽ ഹേം മേനെ പ്യാർ കിയെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണെന്ന് സിബിമലയിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻസ്പയർഡ് മീൻസ് അത് കണ്ടപ്പോൾ ഇതുപോലത്തെ ഒരു സിനിമ, കളർഫുൾ ആയിട്ടുള്ള സിനിമ ചെയ്യണം എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട് പറഞ്ഞു. പക്ഷേ മലയാളത്തിൽ അതിന് ശേഷം പിന്നെ പഞ്ചാബ് യൂസ് ആയിക്കോട്ടെ, ഈ ഒരു സിനിമ ആയിക്കോട്ടെ, പഞ്ചാബ് യൂസിലൊക്കെ പിന്നെ ഒരുപാട് കഥകളുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. നമുക്ക് പഞ്ചാബ് യൂസും ഈ പറഞ്ഞ കല്യാണമനും കമ്പയർ ചെയ്യുമ്പോൾ പഞ്ചാബ് യൂസിൽ ഒരുപാട് കഥ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ ഇതിൽ അത്രയ്ക്ക് കഥയില്ല. അതാണ് ഷാഫി പറഞ്ഞത്. ഇതിൽ അങ്ങനെ സ്ക്രിപ്റ്റിൽ ഭയങ്കര എഫേർട്ട്, കുറേ കുരുക്കുകളോ കാര്യങ്ങളൊന്നും ഇല്ല. വളരെ സിമ്പിളായിട്ടും ആണ് പറഞ്ഞു പോയിരിക്കുന്നത്. ഇതിൽ വില്ലൻ ഇല്ല, ഇതിൽ വയലൻസ് ഇല്ല. വില്ലൻ എന്ന് പറയുന്നത് ഇതിൽ അന്ധവിശ്വാസമാണ്. നമുക്കറിയാം, അതൊരു സ്ത്രീകൾ ഈ കുടുംബത്തിൽ വാഴില്ല എന്ന് പറയുന്നത് അതിലെ അന്ധവിശ്വാസം. ആ ഒരു വിശ്വാസത്തിനെ എങ്ങനെ തെറ്റിക്കുന്നു, അതൊക്കെയാണ് ആ ഒരു സിനിമയുടെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്നൊക്കെ പറയണത്. അത് ബെന്നി പിന്നാരമ്പള്ളി തന്നെ എന്തായാലും ഒരു നാടകത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അദ്ദേഹം ചെയ്തൊരു നാടകത്തിൻ്റെ ഒരു പ്ലോട്ടായിരുന്നു ഈ അന്ധവിശ്വാസം എന്നൊക്കെ പറയുന്നത്. അതുകൂടി ഇതൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവർ രസകരമായിട്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും കല്യാണമനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു എപ്പിസോഡൊന്നും പോരാ. അത്രയും നമുക്ക് അതിൽ രസകരമായിട്ടുള്ള കഥകളും അത് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച രംഗങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ആ സിനിമ വീണ്ടും 4K തിയേറ്ററിൽ എത്തുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് തിയേറ്ററിൽ പോയിട്ട് അത് വീണ്ടും കണ്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം.